വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ 5 മന്ത്രിമാർ മുസ്ലിം ലീഗിനുണ്ടാകുമെന്ന വാർത്ത ഏറെക്കുറെ ഉറപ്പാകുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ, വി അബ്ദുൽ ഗഫൂർ, പാറക്കൽ അബ്ദുള്ള ഓരോ ജില്ലകളടക്കം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് ചെയ്യുന്നു. വിനേഷ്, 5 മന്ത്രിമാർ ലീഗിനുണ്ടാകുന്നു. അതേസമയം അതിലൊരു സംശയം എന്നുള്ളത് അൻവർ സാദത്ത് അടക്കമുള്ളവരെ മന്ത്രിയാക്കണമെന്ന് RC ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നു. അതേപോലെ തന്നെ KC ഗ്രൂപ്പിൽ നിന്ന് T സിദ്ദീഖിനും ഒരു മന്ത്രിസാധ്യത കൽപ്പിക്കുന്നു, ഷാനിമോൾ ഉസ്മാനും ഒരു മന്ത്രിസാധ്യത കൽപ്പിക്കുന്നു. ഈ ഘട്ടത്തിൽ സാമുദായിക സമവാക്യം ഒന്നിച്ചു നിൽക്കുമ്പോൾ ലീഗിന് ഒരു മന്ത്രിസ്ഥാനം ത്യാഗം ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള ആവശ്യം കോൺഗ്രസിന് ഉണ്ടാകുമെന്ന വാർത്തകൾ വരുന്നുണ്ട്. ഈ 5 മന്ത്രിസ്ഥാനത്തിൽ ഉറച്ചു തന്നെ ലീഗ് മുന്നോട്ട് പോവുകയാണ്. ഏതെങ്കിലും ഒരു കോംപ്രമൈസ് ലീഗ് തയ്യാറാകുമോ? ഇവർ മന്ത്രിമാരും നേരത്തെ ഏറെ ഉറപ്പായല്ലോ അല്ലേ വിനേഷ്? സുഹൈൽ, ഉഭയകക്ഷി ചർച്ച ആരംഭിച്ചത് മുതൽ അവസാനം വരെ മുസ്ലിം ലീഗ് ഒറ്റ നിലപാടിലാണ് 5 മന്ത്രിമാർ എന്നുള്ളതും. അതുകൂടാതെ ക്യാബിനറ്റിൽ ഒരു പദവി കൂടിയാണ് അവർ ആവശ്യപ്പെടുന്നത്. 5 മന്ത്രിമാരെ ഇതിനകം തന്നെ ഉന്നതാധികാര സമിതിയിൽ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗ്. ഈ ഒരു സാഹചര്യത്തിൽ UDF അതിനപ്പുറത്തേക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തൽക്കാലം തയ്യാറാവേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെയാണ് മുസ്ലിം ലീഗ് പോയിട്ടുള്ളത്. നമുക്കറിയാം 22 സ്ഥലങ്ങളിലാണ് മുസ്ലിം ലീഗ് തകർപ്പൻ വിജയം നേടിയതാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു 5 മന്ത്രിമാർ എന്തായാലും ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗ് തുടക്കം മുതൽ ഈ അവസാനം വരെ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പി കെ കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ KM ബഷീർ, N ഷംസുദ്ദീൻ, വി അബ്ദുൽ ഗഫൂർ, അതുപോലെ തന്നെ പാറക്കൽ അബ്ദുള്ള, ഇങ്ങനെ 5 മന്ത്രിമാരുടെ പേരാണുള്ളത്. തുടക്കത്തിൽ PK ബഷീറിന്റെ പേരുണ്ടായിരുന്നു. പക്ഷേ മലപ്പുറത്ത് നിന്ന് നിലവിൽ 2 മന്ത്രിമാരുണ്ട്. മലപ്പുറം നിയോജക മണ്ഡലത്തിൽ നിന്ന് ജയിച്ച പി കെ കുഞ്ഞാലിക്കുട്ടിയും വേങ്ങരയിൽ നിന്ന് ജയിച്ച KM ഷാജിയുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മലബാറിൽ കോഴിക്കോട് നിന്ന് പാറക്കൽ അബ്ദുള്ളയും കൂടെ വരുന്നുണ്ട്. മറ്റൊന്ന് മണ്ണാർക്കാടാണ്. ഇതെല്ലാം തന്നെ ഒരേ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മലബാറിന് പുറത്തു നിന്ന് ഒരു മന്ത്രി വേണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത് കൊണ്ടാണ് ഈ അബ്ദുൽ ഗഫൂറിന്റെ പേര് വരുന്നത്. മാത്രമല്ല മന്ത്രിയായ M രാജീവിനെതിരെ തകർപ്പൻ വിജയം നേടിയ ആൾ കൂടിയാണ് അബ്ദുൽ ഗഫൂർ. അബ്ദുൽ ഗഫൂറിനെ അവഗണിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ഉന്നതാധികാര സമിതിയിൽ വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് വി.ഡി. സതീശന് മുമ്പിലും ഈ 5 മന്ത്രിമാരുടെ കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ UDF നിന്ന് ഒരു 100% ഉറപ്പ് എന്തായാലും മുസ്ലിം ലീഗിന് ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. 4 മന്ത്രിമാരും അതുപോലെ തന്നെ ഒരു ക്യാബിനറ്റ് പദവിയും എന്നുള്ള കാര്യത്തിലാണ് തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് ആ നിലപാടാണ് സ്വീകരിച്ചത്. അതിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ വി.ഡി. സതീശന് 5 മന്ത്രിമാരെ കൊടുക്കുന്നതിനോട് വലിയ വിയോജിപ്പൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വരുമ്പോൾ T സിദ്ദീഖും അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാന്റെ പേരും ഉണ്ടെങ്കിൽ പോലും ബിന്ദു കൃഷ്ണയ്ക്കാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഈ രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നത് അൻവർ സാദത്തിനെയാണ്. അൻവർ സാദത്തിനെ മന്ത്രിയാക്കണം എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെ രമേശ് ചെന്നിത്തല നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഒരു മന്ത്രിയെ ലഭിക്കാതിരിക്കാൻ, ഒരു മന്ത്രി കുറയാനുള്ള സാധ്യത മുസ്ലിം ലീഗിനുണ്ട്. പക്ഷെ അത് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് മുസ്ലിം ലീഗ്. എന്തായാലും നമുക്ക് അറിയാം, ഈ ഉന്നതാധികാര സമിതിയിൽ 5 മന്ത്രിമാരെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും UDF അത് എത്രത്തോളം അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യമാണ് ഇപ്പോൾ ചർച്ചയായിട്ടുള്ളത്. എന്തായാലും നാളെ ഇതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും. PK ബഷീറിന്റെ കാര്യത്തിലും അതുപോലെ ഉണ്ടാവും. ക്യാബിനറ്റ് പദവി ലഭിക്കുകയാണെങ്കിൽ MK മുനീറിനായിരിക്കും അതിന്റെ സ്ഥാനം. അതായത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനമാണ് മുനീറിന് വേണ്ടി നൽകേണ്ടതുണ്ട് എന്നുള്ള നിലപാടിലേക്ക്. എന്തായാലും കോൺഗ്രസിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് നിർമ്മിതിക്ക് വേണ്ടി ലീഗ് എന്തായാലും ലീഗിന്റെ ഒരു മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്നു. 5 മന്ത്രിമാർ മുസ്ലിം ലീഗിൽ നിന്നുണ്ടാകും. ഒപ്പം ഒരു ക്യാബിനറ്റ് പദവി കൂടി ആവശ്യപ്പെട്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.